എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു തട്ടുകട സ്പെഷ്യൽ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഒരു ബട്ടർ ചിക്കൻ ദോശ. അപ്പോൾ നമുക്കത് തട്ടുകടയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഈ തട്ടുകടയുള്ളത് കോഴിക്കോട് പെട്രോൾ പമ്പിനടുത്ത് എറങ്ങിപ്പാട് എന്നുള്ള സ്ഥലത്ത് റോഡ് സൈഡിലുള്ളതാണ്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കൻ ദോശയാണ്. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ആളെങ്ങനെയാണ് ദോശ തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരേ സമയം തന്നെ 2 ദോശ ചൂടുന്ന കല്ലാണ് ആൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലാദ്യം ബട്ടർ നന്നായിട്ട് അപ്ലൈ ചെയ്യും. ബട്ടർ പരത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ദോശ ഒഴിച്ച് നല്ല വലിയ വലിപ്പത്തിലാണ് ദോശ പരത്തിയെടുക്കുന്നത്. അത് ദോശ പറഞ്ഞാൽ നല്ല അത്ര പുളിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ദോശ മാവാണ് ആളുടെ അടുത്തുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് 2 നല്ല വലിയ ദോശ ഉണ്ടാക്കിയതിന് ശേഷം ചീസ് സ്ലൈസ് ചെയ്തിടും. അപ്പോൾ കുറച്ചൊന്നുമല്ല കേട്ടോ, ഒത്തിരി ചീസ് സ്ലൈസ് ചെയ്ത് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റാവണം. അപ്പോൾ അത് മെൽറ്റായി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. പിന്നെ അടിയിലാണെങ്കിൽ നമ്മൾ ബട്ടറും പരത്തിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണം തന്നെ ഉണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് നമ്മളുടെ ഇഷ്ടപ്രകാരം ബീഫ് കറിയോ ചിക്കൻ കറിയോ ആഡ് ചെയ്ത് അതിലേക്ക് സബോള ചെറുതായി കട്ട് ചെയ്തത്, മല്ലിയില, പിന്നെ അതിൻ്റെ മേലെ വീണ്ടും ചീസ് സ്ലൈസ് ചെയ്തത്, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്നും കൂടെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്നതാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പാർസലായി പോയില്ലേ? ഓക്കെ. ഈ ബട്ടർ ചിക്കൻ ദോശ വളരെ അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കണ ഒന്നാണ്. അപ്പം നമ്മളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റാണ്, കൊച്ചുകുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.